വെറുതെ ഏജൻസീസിനെ കൊണ്ട് പൈസ കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കരുത്. അല്ലാണ്ട് തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാർക്ക് വിസ റിക്രൂട്ട്മെന്റ് ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഏജൻസീസിന് കൊടുത്ത് ഒരുപാട് ലക്ഷങ്ങൾ കളയേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്യുവിൻ എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് ഉള്ളത്. സോ അത് നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാം, ഏതൊക്കെ സൈറ്റുകളാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുവഴി നിങ്ങൾക്ക് എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ നേഴ്സായിട്ട് അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് വേണം. സോ വർക്ക് പെർമിറ്റ് തരുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് രണ്ട് രീതിയിലാണുള്ളത്. നഴ്സുമാർക്കാണെങ്കിൽ ക്രിട്ടിക്കൽ വർക്ക് പെർമിറ്റ് എന്ന് പറയും. ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും കെയർ അസിസ്റ്റന്റ് ജോബ് വേക്കൻസീസിനെ കുറിച്ചായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ സ്ട്രീമിലുള്ള ആൾക്കാരുടെ വേക്കൻസീസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ 60 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വിസ പ്രോസസിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. ഒരുപാട് നാൾ കാലാവധിയൊന്നും ഇല്ല വിസ കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ വിസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഹലോ ഗായ്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി, ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് എഴുതിയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. മാർച്ച് 2026 അപ്ഡേറ്റ് പ്രകാരം ഒരുപാട് ജോബ് വേക്കൻസീസ് അയർലൻഡിൽ വരുന്നുണ്ട്. സ്പെഷ്യലി നഴ്സുമാർക്ക്, അതുപോലെ തന്നെ എഞ്ചിനീയർമാർക്ക്, IT ഫീൽഡിലുള്ളവർക്ക്, പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാർക്ക്, സോഷ്യൽ വർക്കേഴ്സിനൊക്കെ ഒരുപാട് വേക്കൻസീസ് അയർലൻഡിലുണ്ട്. അപ്പോൾ വിസ സ്പോൺസർഷിപ്പോട് കൂടെ വരാൻ വേണ്ടിയിട്ട് പറ്റും എന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ വെബ്സൈറ്റുകളിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ വെറുതെ ഏജൻസീസിനെ കൊണ്ട് പൈസ കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കരുത്. അല്ലാണ്ട് തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാർക്ക് വിസ റിക്രൂട്ട്മെന്റ് ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഏജൻസീസിന് കൊടുത്ത് ഒരുപാട് ലക്ഷങ്ങൾ കളയേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്യുവിൻ എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് ഉള്ളത്. സോ അത് നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാം, ഏതൊക്കെ സൈറ്റുകളാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുവഴി നിങ്ങൾക്ക് എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ നേഴ്സായിട്ട് അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് വേണം. സോ വർക്ക് പെർമിറ്റ് തരുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് രണ്ട് രീതിയിലാണുള്ളത്. നഴ്സുമാർക്കാണെങ്കിൽ ക്രിട്ടിക്കൽ വർക്ക് പെർമിറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ കെയർ അസിസ്റ്റന്റ്മാർക്കാണെങ്കിൽ ജനറൽ വർക്ക് പെർമിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയർ തന്നെയാണ് ഗവൺമെന്റിന് ഫീസ് അടക്കുന്നത്, നമ്മളായിട്ട് ഫീസ് അടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏജൻസീസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഏജൻസീസ് ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ വാങ്ങിക്കാറുണ്ട്, ഒരുപാട് പേർ തട്ടിക്കപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, വെറുതെ പൈസ കൊണ്ടിട്ട് ഏജൻസിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ സൈറ്റിൽ കൂടെ കണ്ടുപിടിച്ചിട്ട് ജോബ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും കെയർ അസിസ്റ്റന്റ് ജോബ് വേക്കൻസീസിനെ കുറിച്ചായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്ട്രീമിലുള്ള ആൾക്കാരുടെ വേക്കൻസീസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കെയർ അസിസ്റ്റന്റുടെ ക്വാളിഫിക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ നഴ്സുമാർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും പ്രിഫറൻസ് കൂടുതൽ വരുന്നത്. സോ ക്വാളിഫിക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ANM, GNM, BSc നഴ്സിംഗ് ഇത് പഠിച്ച ആർക്ക് വേണമെങ്കിലും കെയർ അസിസ്റ്റന്റ് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ IELTS 6 to 7 സ്കോറാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ OET B+C+ ആ ഒരു റേഞ്ചാണ് പറയുന്നത്. അപ്പോൾ ഇതുള്ളവർക്ക് കൂടുതൽ പരിഗണന കിട്ടും. സോ IELTS OET നഴ്സുമാരായിട്ടുള്ളവർ ട്രൈ ചെയ്തിട്ട് ആ ഒരു സ്കോർ ബാൻഡിൽ എത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആ ഒരു സ്കോർ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ IELTSന്റെയും OETയുടെയും കാലാവധി തീർന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് സൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ആ സൈറ്റിൽ കൂടെ സെർച്ച് ചെയ്തിട്ട് എംപ്ലോയറിനെ കണ്ടുപിടിക്കാവുന്നതാണ്. കെയർ അസിസ്റ്റന്റ്മാരുടെ സാലറി പറയാനെന്നുണ്ടെങ്കിൽ 32,691 യൂറോ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 30,000 ആയിരുന്നു, ഇപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് 47,000 വരെ പെർ ഇയർ കിട്ടാവുന്നതാണ്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ 14.15 യൂറോയാണ് അവർ സാലറി ആയിട്ട് ബേസിക് കൊടുക്കുന്നത്. ചില എംപ്ലോയർമാർ അതിന് കൂടുതലും കൊടുക്കാറുണ്ട്. സോ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കെയർ അസിസ്റ്റന്റ് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. മാർച്ച് 2026 അപ്ഡേറ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം അറിയാത്ത ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് നേഴ്സുമാർക്ക്. നമുക്കറിയാം നാട്ടിലുള്ള സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ് അല്ലേ. അപ്പൊ ഇപ്പോഴും സമരങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് പോകുന്നത് കാര്യം നമ്മൾ അറിയുന്നുണ്ട്. കെയർ അസിസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ OETയോ IELTSO എഴുതി പാസ്സായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി എന്തായാലും കൂടും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി എന്തായാലും കൂടും. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കെയർ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ട് അതിന് ശേഷം OETയോ IELTSO ഇവിടെ തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്.
നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. OET IELTSന്റെ സ്കോർ കൃത്യമായിട്ടുള്ള മീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 6 to 7 IELTSനും അതുപോലെ തന്നെ OETക്ക് BO C+ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ KRS ജോബിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾക്ക് ഇളവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമുക്ക് വിസ പ്രോസസിംഗ് ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് പെർമിറ്റ് വേണം, ജോബ് ഓഫർ ലെറ്റർ വേണം, പാസ്പോർട്ട് വേണം, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് വേണം, പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ വേണം, മെഡിക്കൽ ഇൻഷുറൻസ് വേണം. ഈ മെഡിക്കൽ ഇൻഷുറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ എടുക്കുന്നത്. നമുക്ക് നാട്ടിലത്തെക്കാളും ഇവിടെ വന്നതിന് ശേഷം എന്തായാലും എടുക്കേണ്ടി വരും. സോ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷന്റെ കാര്യം ഒട്ടും കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സിൽ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രാജ്യങ്ങളിലോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ റൈറ്റ് ആണെന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യുക. ഇനി പ്രോസസിംഗ് ടൈം എന്തോരം എടുക്കുമെന്ന് പറയാം. എംപ്ലോയ്മെന്റ് പെർമിറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് 1 to 8 വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വിസ പ്രോസസിംഗിന് വേണ്ടിയിട്ട് നമുക്ക് 1 to 2 months ആണ് വരുന്നത്. അതായത് 4 weeks to 8 weeks, അതായത് 60 days മാക്സിമം ആണ് വരുന്നത്. സോ 60 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വിസ പ്രോസസിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. ഒരുപാട് നാൾ കാലാവധിയൊന്നും ഇല്ല വിസ കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വിസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇനി രജിസ്ട്രേഷൻ ഫീസ് എന്തോരം ആവുന്നതായിട്ട് നോക്കാം. നമുക്ക് എംപ്ലോയ്മെന്റ് പെർമിറ്റ് 1000 euros ആവുന്നുണ്ട്. അത് നമ്മളല്ല പേ ചെയ്യുന്നത്, എംപ്ലോയർ തന്നെയാണ് ഗവൺമെന്റ് പേ ചെയ്യുന്നത്. പിന്നെ നമുക്ക് IELTS OET എക്സാം അതിന്റെ ഒരു ഫീസ് വരുന്നുണ്ട്. അത് 200-250 euro ഒക്കെയാണ് വരുന്നത്. ആ ഒരു ഫീസ് ആവുന്നുണ്ട്. പിന്നെ വിസയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ എൻട്രിക്ക് 60 യൂറോയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രിക്ക് 100 euro ആണ് വരുന്നത്. പക്ഷേ ഫ്രീ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൂടെ ഇല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഏജൻസിനൊന്നും വെറുതെ കൊണ്ട് പൈസ കൊടുക്കരുത്. കാരണം ഒരുപാട് പേര് തട്ടിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. ലക്ഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഒന്ന് സൈറ്റിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയറിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ ഈ പറയുന്ന എംപ്ലോയർ നമ്മളെ ആ ഒരു സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും മിസ്സാക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു ചാനലിന്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ നോക്കിയിട്ട് പോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തേക്കുക. അവർക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കണ്ട ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ എന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.